ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 21ാമത്തെ ആഴ്ച അവസാനിച്ചതിന് ശേഷം മികച്ച 5 ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരുടെ പട്ടിക ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ISL ലീഗിൽ ഇന്ത്യൻ കളിക്കാരുടെ സ്വാധീനം നിരന്തരം ഓരോ മത്സരം കഴിയുന്തോറും വളർന്നു വരികയാണ്. ഈ ആഴ്ചയിലും നമുക്കത് കാണാൻ സാധിച്ചിട്ടുണ്ട്. പ്രതിരോധം മുതൽ അറ്റാക്കിംഗ് വരെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരുടെ മികച്ച പ്രകടനം തന്നെയാണ് കഴിഞ്ഞ ആഴ്ച സംഭവിച്ചത്. ലീഗ് പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഈ കളിക്കാരുടെ ഫോം ഓരോ ടീമിനും വളരെ പ്രധാനമായി കൊണ്ടിരിക്കുകയാണ്. മാച്ച് വീക്ക് 21ലെ മികച്ച 5 ഇന്ത്യൻ കളിക്കാരുടെ പട്ടിക നോക്കാം. അഞ്ചാമതുള്ളത് വിശാൽ കൈത്താണ്. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ ഗോൾ കീപ്പറാണ് വിശാൽ കൈത്ത്. തന്റെ മികച്ച ഫോം വീണ്ടും ആവർത്തിക്കുകയാണ് അദ്ദേഹം. പഞ്ചാബിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ക്ലീൻ ഷീറ്റ് അദ്ദേഹം നേടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള പ്രതികരണങ്ങളും മികച്ച പൊസിഷനിങ്ങും പഞ്ചാബ് FCയെ ഗോൾ നേടുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ മത്സരത്തിലും അദ്ദേഹം ക്ലീൻ ഷീറ്റ് നിലനിർത്തിയതിലൂടെ വിശാൽ കൈത്താകട്ടെ ഈ സീസണിൽ തന്റെ 12ാമത്തെ ക്ലീൻ ഷീറ്റാണ് നേടിയത്. ഈ പ്രകടനം നിലവിലെ ലീഗിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളെന്ന പദവി അദ്ദേഹത്തിന് നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. 4ാം സ്ഥാനത്തുള്ളത് ലാലിയൻസുവാല ചഗ്ദയാണ്. മുംബൈ സിറ്റി FCയുടെ സ്റ്റാർ വിംഗറാണ് ലാലിയൻസുവാല. വീണ്ടും അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FCക്കെതിരെ തന്റെ അറ്റാക്കിംഗ് മികവ് ഒരിക്കൽ കൂടി പുറത്തെടുത്തു. മത്സരത്തിന്റെ 90ാം മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോളും നേടി ടീമിന്റെ വിജയം ഉറപ്പാക്കുകയും ചെയ്തു. ബിപിൻ സിംഗിനൊപ്പം മുംബൈ സിറ്റിയുടെ ഏറ്റവും വിശ്വസനീയമായ അറ്റാക്കിംഗ് കളിക്കാരിൽ ഒരാളാണ് ചഗ്ദെ. പ്രത്യേക നിമിഷങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം പ്ലേ ഓഫിന് മുമ്പുള്ള ടീമിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. 3ാം സ്ഥാനത്തുള്ളത് ഹൈദരാബാദ് FCയുടെ ലാൽചുങ്ക ചഗ്ദയാണ്. ഹൈദരാബാദ് FCയുടെ യുവ മിഡ്ഫീൽഡറാണ് താരം. മുഹമ്മദൻസിനെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ നേടി ടീമിന്റെ വിജയത്തിൽ വലിയ സംഭാവനയാണ് താരം മത്സരത്തിൽ നൽകിയത്. പ്രത്യേക ഇടം കണ്ടെത്താനുള്ള അദ്ദേഹത്തിന്റെ മികച്ച കഴിവും കൃത്യമായ ഫിനിഷിംഗും എതിർ പ്രതിരോധത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതും കഴിഞ്ഞ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു. ഈ സീസണിൽ ഹൈദരാബാദ് FC ആകട്ടെ മോശം സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ കഴിവുള്ള യുവതാരങ്ങൾ ഭാവിയിൽ ടീമിന്റെ ശക്തിയായി മാറുമെന്നാണ് അവർ കരുതുന്നത്. 2ാം സ്ഥാനത്തുള്ളത് ഇർഫാൻ യാദവാണ്. ഈസ്റ്റ് ബംഗാൾ FCക്കെതിരെ ചെന്നൈയിൻ FCയുടെ മിഡ്ഫീൽഡർ ഇർഫാൻ യാദവ് നിർണായകമായ ഒരു അസിസ്റ്റ് നൽകി. അദ്ദേഹത്തിന്റെ കൃത്യമായ പാസിംഗും പ്ലേ മേക്കിംഗ് കഴിവുകളും ഒക്കെ ടീമിന് മികച്ച സ്കോറിംഗ് അവസരങ്ങൾ സൃഷ്ടിക്കാൻ സഹായിക്കുന്നുണ്ട്. ഈ സീസണിൽ ചെന്നൈയിനു വേണ്ടി 20 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചത്. അതിൽ 3 ഗോളും 4 അസിസ്റ്റും അദ്ദേഹം ഇതിനോടകം തന്നെ നേടിയിട്ടുണ്ട്. മധ്യനിരയിലെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ടീമിന്റെ അറ്റാക്കിങ്ങിനെ കൂടുതൽ മൂർച്ചയുള്ളതാക്കുന്നു. 1ാം സ്ഥാനത്തുള്ളത് ദീപേന്ദു ബിശ്വാസ് ആണ്. പഞ്ചാബ് FCക്കെതിരെ മോഹൻ ബഗാന്റെ പ്രതിരോധത്തിൽ വിശാൽ കെയ്ത്തിനൊപ്പം ദീപു നിർണായക പങ്കാണ് വഹിച്ചത്. അദ്ദേഹത്തിന്റെ മികച്ച ടാക്കിളുകളും കളി നിയന്ത്രിക്കാനുള്ള കഴിവും എതിരാളികളുടെ അറ്റാക്കിങ്ങിനെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. പ്ലേ ഓഫിന് മുമ്പ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പ്രതിരോധം ശക്തമായി നിലനിർത്തുന്നതിൽ ദീപു വിശ്വാസിന്റെ പങ്ക് നിർണായകമാണ്. ഇന്ത്യൻ കളിക്കാരുടെ ഇത്തരം മികച്ച പ്രകടനങ്ങൾ രാജ്യത്തെ ഫുട്ബോളിന്റെ ഭാവിക്ക് വളരെ നല്ല സൂചനയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്ലേ ഓഫിന്റെ പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ ഈ കളിക്കാരുടെ സ്ഥിരത അവരുടെ ടീമിനെ കൂടുതൽ ശക്തമാക്കുകയാണ്. കൂടുതൽ ISL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.